വയലാർ സമരസഖാക്കളെ, വിമോചന പോരാളികളെ, വിപ്ലവ ചിന്തകളേറും നാട്ടിൽ വിരിഞ്ഞ രക്തപ്പൂവുകളെ. വയലാർ സമരസഖാക്കളെ, വിമോചന പോരാളികളെ, വിപ്ലവ ചിന്തകളേറും നാട്ടിൽ വിരിഞ്ഞ രക്തപ്പൂവുകളെ. വയലാർ സമരസഖാക്കളെ. നിങ്ങളുടെ അന്ത്യശ്വാസത്തിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾ, നിങ്ങളുടെ അന്ത്യശ്വാസത്തിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾ, അറബിക്കടലങ്ങേറ്റു വിളിച്ചു അമ്പരമെങ്ങും കേൾക്കുന്നു. അറബിക്കടലങ്ങേറ്റു വിളിച്ചു അമ്പരമെങ്ങും കേൾക്കുന്നു. വയലാർ സമരസഖാക്കളെ, വിമോചന പോരാളികളെ, വിപ്ലവ ചിന്തകളേറും നാട്ടിൽ വിരിഞ്ഞ രക്തപ്പൂവുകളെ. വയലാർ സമരസഖാക്കളെ. സാമ്രാജ്യത്വമുഖത്തിലമർന്ന ജനതതി ഗർജിച്ചണി ചേർന്നു. സാമ്രാജ്യത്വമുഖത്തിലമർന്ന ജനതതി ഗർജിച്ചണി ചേർന്നു. ഇന്ത്യൻ വിപ്ലവ കാഹളമൂടി കേരള മണ്ണിൽ കൊടിനാട്ടി. ഇന്ത്യൻ വിപ്ലവ കാഹളമൂടി കേരള മണ്ണിൽ കൊടിനാട്ടി. വയലാർ സമരസഖാക്കളെ, വിമോചന പോരാളികളെ, വിപ്ലവ ചിന്തകളേറും നാട്ടിൽ വിരിഞ്ഞ രക്തപ്പൂവുകളെ. വയലാർ സമരസഖാക്കളെ. ഇന്നത്തെ തൃശ്ശൂർ യൂണിറ്റിൻ്റെ സമ്മേളനത്തോടുകൂടി തൃശ്ശൂർ ജില്ലയിലെ യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുകയാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അറിയാം. എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ കെൽപ്പുള്ള സംഘടനയാണ് അസോസിയേഷൻ CITU. ഈ ഒരൊറ്റ കാര്യം മാത്രം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് വരും ദിനങ്ങളിൽ സമരത്തിൻ്റെ ശക്തമായ പാതയിലേക്ക് അസോസിയേഷൻ കടക്കുന്നതിൻ്റെ ഭാഗമായി ഈ സമ്മേളനം വൻപിച്ച ഭൂരിപക്ഷത്തോട് നല്ല ശക്തിയോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നിങ്ങളെല്ലാവരും നടത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് സഖാവ് K. മണികണ്ഠൻ ഒറ്റപ്പാലത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാറിലെ നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ പതാക ഉയർത്താൻ പോവുകയാണ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, SRTS സിന്ദാബാദ്, SRTS സിന്ദാബാദ്, CITU സിന്ദാബാദ്.
ജീവിക്കുന്നു ഞങ്ങളിലൂടെ SRTC പ്രസ്ഥാനത്തെ പൊതുമേഖലയിൽ സംരക്ഷിക്കാൻ ഒരേയൊരൊറ്റ സംഘടന SRTA സിന്ദാബാദ് CITU സിന്ദാബാദ് SRTC വ്യവസായത്തിൽ യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ് നിങ്ങൾ ഭരിക്കുന്നില്ല ഞങ്ങൾക്കായി മരിച്ചവരെ സംരക്ഷിക്കാൻ പടവരുന്നൊരു സംഘടന SRTA സിന്ദാബാദ് CITU സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് SRTA സിന്ദാബാദ് CITU സിന്ദാബാദ് യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ് İnkılap zindabad. İnkılap zindabad. നിങ്ങളുറങ്ങും
വയലാർ സമരസഖാക്കളെ, വിമോചന പോരാളികളെ, വിപ്ലവ ചിന്തകളേറും സംസ്ഥാന സമ്മേളനത്തിൽ നിർമ്മിച്ചിട്ടുള്ള യൂണിയൻ സമ്മേളനമാണ് ഇവിടെ നടന്നത്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സർവോപരി പ്രധാനമായിട്ടുണ്ട്. സമ്മേളനം ആരംഭിക്കണമെന്ന് പറഞ്ഞിരുന്നത്, എന്നാൽ നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രത്യേക രീതിക്കനുസരിച്ച് 9 കറക്റ്റ് 1 മണിക്കൂർ 10 സ്റ്റാർട്ട് ചെയ്യുന്നത് വലിയ കാര്യമാണ്. പ്രേമപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംഘടനയുടെ 43ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ അവസാനത്തെ യൂണിറ്റ് സമ്മേളനമാണ് ഇതോടെ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിലവിലെ സാഹചര്യങ്ങൾ ഈ സാഹചര്യത്തെയൊക്കെ മറികടക്കാനായിട്ടുള്ള ശക്തിയും ആർജവും അസോസിയേഷൻ CITU-വിന് മാത്രമാണ് ഉള്ളത് എന്ന് മറ്റു വലതുപക്ഷ സംഘടനകൾ വരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പണിമുടക്കും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളെല്ലാം നമുക്കതിനെ അർത്ഥവത്താക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. വരും ദിവസങ്ങളിൽ നിലവിൽ കണ്ടതിനേക്കാൾ വലിയ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് സംഘടന കൂടി ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ യൂണിറ്റ് സമ്മേളനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് CITU തൃശ്ശൂർ ഏരിയ സെക്രട്ടറിയായ T. സുധാകരനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KSRTA CITU-ന്റെ തൃശ്ശൂർ യൂണിറ്റിലെ സ്വന്തത സഹചാരി എന്ന് പറയാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സുധാകരന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഔപചാരികരുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സഖാവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സകല സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിങ് അതുപോലെ തന്നെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ സഖാവ് PV അബ്ദുൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് അഭിനുമാൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സഖാവോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുന്ദരാകൻ, മറ്റ് വർഗവൈദ്യുത സംഘടനകളുടെ നേതാക്കൾ, പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ്റെ നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും തൃശ്ശൂർ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി സഖാവ് പറ്റപ്പാലം മണികണ്ഠനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ യൂണിറ്റ് സമ്മേളനത്തിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയാണ്. സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ കാലഘട്ടം വരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ, അത് എത്രത്തോളം നന്നായി മുന്നോട്ട് പോയിട്ടുണ്ട്, മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മളിതിലെ ചർച്ചകളോടുകൂടി നടത്തുന്ന പരിപാടിയുടെ സമ്മേളനം. ഈ സമ്മേളനത്തിൽ പ്രതിനിധികളായിട്ടുള്ള അവരുടെ ഊർജ്ജവും അവരുടെ പ്രവർത്തനവും
ആണ് നമ്മുടെ മുന്നോട്ടുള്ള ജൈത്ര യാത്ര. പ്രതിസന്ധികളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമരപരിപാടികൾ നമ്മൾക്ക് സമരം കഴിഞ്ഞു. ഇനി നമുക്ക് വലിയ സമരവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾ പിന്നോട്ട് നിൽക്കുന്നതിൽ കുറ്റം പറയുന്നില്ല. കാരണം നമ്മുടെ പ്രതിസന്ധി അത്രയും കടുത്ത രീതിയിലാണ്. നമുക്കിനി ഇതിനൊരു ക്ഷമ പറയാനോ മറ്റോ സമയമില്ല. ആ രീതിയിൽ നമ്മൾ അന്വേഷിച്ച് കഴിയും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഒരു സമ്മേളനത്തിൽ കൂടെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് തന്നെ വേണം. ഒരു സമരം വരുമ്പോൾ ഈ കമ്മിറ്റിയിൽ വരുന്ന 31 അംഗ കമ്മിറ്റി, നമ്മുടെ ഒരു പരിപാടിക്ക് എത്ര പേര് അവിടെ വരുന്ന ആ ഉദ്യോഗസ്ഥരായിട്ട് നമ്മുടെ ഒപ്പം സമരത്തിലുണ്ടായി. അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മളെ പരിപാടി സെക്രട്ടറിയോ പ്രസിഡന്റോ അവിടെ മുന്നിൽ നിന്ന് സമരം നടത്തിക്കൊണ്ടാവില്ല. നമ്മൾ ശക്തമായി നമ്മൾ തളരരുത്. നമ്മുടെ CITU എന്ന സംഘടന, KSRTC CITU സംഘടന തളരുന്ന സംഘടനയല്ല. നിങ്ങൾ പുറകിലോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പിന്നെ പഴയ ആളുകളോട് അന്വേഷിച്ച കാര്യങ്ങൾ പറയാം. ഇതിലും വലിയ സമയങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് വന്ന സംഘടനയാണ്. ആ സംഘടനയിൽ നമ്മൾ പിന്നോട്ട് നിന്ന് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. മുന്നോട്ട് നിങ്ങൾ കടന്നു വരണം. കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. കാരണം പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ ഇടയ്ക്ക് ഈ ബ്രേക്ക് ഇല്ലാതെ നമ്മൾ ഈ സമ്മേളനം കൊടുക്കുകയാണ്. ഇടയിൽ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ 3 മണിയോടുകൂടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി പതാക ഉയർത്തലാണ്. അത് നമ്മൾ കഴിഞ്ഞെത്തി. അടുത്ത രക്തസാക്ഷി പ്രമേയം, അനുശോചനം, സ്വാഗതം, ഉദ്ഘാടനം, പ്രവർത്തന റിപ്പോർട്ട്, കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്, കണക്ക്, അഭിവാദ്യങ്ങൾ, ഉപഹാര സമർപ്പണം, ചർച്ച, മറുപടി, പ്രമേയം, ഭാരവാഹി തെരഞ്ഞെടുപ്പ്. നന്ദി. ഇതാണ് നമ്മുടെ അജണ്ട. അടുത്ത യൂണിറ്റ് സമ്മേളനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രസിഡിയം KS രാജൻ, MK ഷെർലി, അവിൻ MG. മിനിറ്റ്സ് AK കുഞ്ഞു മുഹമ്മദ്, നിഷ CT. പ്രമേയം ജിജോ മുഹമ്മദ്. ഭക്ഷണം KN അനിൽകുമാർ, KS സന്ദീപ്. പ്രചന വിൽസൺ C, സഞ്ജയ് ബാബു, നോബി ജോസഫ്. ഇത് അംഗീകരിക്കാൻ നിങ്ങളുടെ അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കാം കേട്ടോ. അവതരിപ്പിക്കുന്നതിന് വേണ്ടി സഖാവ് K പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളു. 43ാമത് സംസ്ഥാന സമ്മേളനമനുസരിച്ചുള്ള യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഖാക്കൾക്കും 1000 ഹൃദയാന്തരം. മനുഷ്യന്റെ ഉൽപ്പത്തിയുടെയും വികാസത്തോടും തുടങ്ങിയ ചൂഷണം അതിന്റെ പല ഘട്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ മാനവരാശിയുടെ പ്രത്യാശയിൽ കടന്നു വന്ന മാനവ സ്നേഹത്തിന് പിൽക്കാലത്ത് കമ്മ്യൂണിസം എന്ന് പേര് വിളിക്കുന്നുണ്ട്. അതിരുകളും സന്ധികളും രൂപപ്പെടുത്തിയ കാലം മുതൽ ഒറ്റയ്ക്കും സംഘമായി നടത്തിയ ചൂഷണം, വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ജാതിയുടെയും പേരിൽ സംഹാരതണ്ഡമായ കാലം മുതൽ മാനവ സ്നേഹത്തിനും സമത്വത്തിനും അതിജീവനത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ഇന്നും അനുസ്മൃതം നടന്നു വരികയാണ്. വർണ്ണ, വർഗ, ജാതി, മതലിംഗ ബന്ധത്തിന്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തി നടത്തിയ പോരാട്ടങ്ങൾ കല, സാഹിത്യം, സാംസ്കാരികം, ദൃശ്യ, ശ്രവ്യ, മാധ്യമം, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് ഒത്തിരിയേറെ മനുഷ്യസ്നേഹികൾ, സഖാക്കൾ നമുക്കായി ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നും ഈ നിമിഷവും തുറന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കായി ഈ മണ്ണിൽ മറ്റൊന്നും നോക്കാതെ പിടഞ്ഞു വീണ് മരിച്ചവർക്കും ജീവശവം പോലെ ജീവിക്കുന്നവർക്കും ഈ സമ്മേളനം 1000 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. വേണ്ടി ജിജോ മോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നോബി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അനുസരണ സാക്ഷി സഹവാഴിക്കോടൻ ടീച്ചർ, ആലപ്പുഴയിൽ RSS കൊല്ലപ്പെട്ട 10ാം ക്ലാസ്സുകാരനും SFI പ്രവർത്തനമായ അഭിമന്യു, വ്യോമയാന ശാസ്ത്രജ്ഞൻ മാനസ് വർമ്മ, സ്വാതന്ത്ര്യ സമര സേനാനി ചിപ്കോ
ചിത്വ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനുമായ സുന്ദർലാൽ കപൂർ, കോയമ്പത്തൂർ സേലം ദേശീയപാതയിൽ ഡ്രൈവർമാരുടെ ഉൾപ്പെടെ മരണമടഞ്ഞ 19 പേർ, അവിനാശിക വെള്ളത്തെ തുടർന്ന് മരണമടഞ്ഞ ഗിരീഷ് ബൈജു മലപ്പുറം വൈസ് പ്രസിഡന്റ് സാറുമുള്ളി, ഡൽഹിയിലെ വർഗീയ കലാപത്തിൽ മരണമടഞ്ഞവർ, കോവിഡ്-19 മഹാമാരിയെ തുടർന്ന് മരണമടഞ്ഞവർ, മുൻ മന്ത്രി പി ശങ്കരൻ, ജനറൽ സെക്രട്ടറിയുടെ മാതാവ്, ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ മാതാവ്, തൃശൂർ യൂണിയൻ മേയർ സെൽജിന്റെ പിതാവ്, രഞ്ജിത് കോളിന്റെ പിതാവ്, ബോളിവുഡ് നടൻ ഫസഖാൻ, CITU സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗവും എറണാകുളം മെട്രോഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സൗത്ത് KK ശിവൻ, ജീവിതം ചരിത്രമാക്കിയ വിപ്ലവ നായിക KR ഗൗരിയമ്മ, അർബുദത്തിനെതിരെ പോരാട്ട സമൂഹമായ നന്ദു മഹാദേവ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ VV സരോജിനി, CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ ട്രഷററുമായ രഞ്ജന നിരുള, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ KM കംസക്കുഞ്ഞ്, മുൻ ഗതാഗത വകുപ്പ് മന്ത്രിമാരായ R ബാലകൃഷ്ണപിള്ള, KJ ചാക്കോ, K ശങ്കരനാരായണപിള്ള, AITUC നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായ CA കുര്യൻ, CPIM നേതാവും മുൻ MP-യുമായ D പാണ്ഡ്യൻ, AITUC തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന AN രാജൻ, തമിഴ് സാഹിത്യകാരൻ K രാജനാരായണൻ, പ്രശസ്ത കവി വിഷ്ണുനാരായണ നമ്പൂതിരി, മഹാകവി അക്കിത്തം, ബാലസാഹിത്യകാരി സുമംഗല, സാഹിത്യകാരൻ മാടമ്പൂർ ഉണ്ണിക്കുട്ടൻ, തമിഴ് നടൻ വിവേക്, തമിഴ് ഭാഷ നടൻ പാണ്ഡൻ, പ്രമുഖ ഫുട്ബോൾ താരങ്ങളായ CA ലിസ്റ്റൺ, R ധനരാജൻ. ഈ സമ്മേളന കാലയളവിൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മെ വിട്ടുപിരിഞ്ഞവരുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഈ സമയത്ത് വളരെ ഏറെ തിരക്കുള്ള ഈ സമയത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ തൃശ്ശൂർ ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി സുധാകരൻ സംബന്ധിക്കുന്നത് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി യഥാർത്ഥമായി ക്ഷണിച്ചു. പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി സഖാവ് സുന്ദരകൻ, പ്രഭാകരൻ, സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി സെക്രട്ടറി ബിന്ദുമൂർത്തി, സഖാവ് PA മുമ്പജാഷൻ തുടങ്ങി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ സഹായിക്കുന്നു. KSRTCയുടെ ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടം തികച്ചും ആ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് യൂണിയന്റെ ആളുകളെ സജ്ജമാക്കി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് KSRTC എന്നുള്ളത്. രാജ്യത്ത് നാട്ടിലെ ജനങ്ങളല്ലാതെ വളരെ കുറ്റത്തോടു കൂടി കാണുന്ന ഒരു മേഖലയായി KSRTC മാറുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മഹാമാരി ഘട്ടത്തിലും പ്രതിസന്ധി നോക്കാതെ സ്വന്തം ജീവന്റെ വില പോലും കൽപ്പിക്കാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് KSRTC. എന്നാൽ ഇന്ന് KSRTCയെ പോലും ഇനി വേണ്ടതില്ല എന്നുള്ളതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിന്റെ ഫലമായി തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSRTC വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിബന്ധങ്ങളും തീർത്തുകൊണ്ട് നിങ്ങൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ നോക്കുന്നു. അതിന് നമ്മൾക്ക് സുഖകരമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ പോലും ഇന്ന് നമ്മോട് ചേർത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകളുടെ പക്ഷത്തു നിന്ന് വരുമ്പോൾ അത് കൂടുതൽ വേദനാജനകമായി പോകും. നമ്മുടെ അജണ്ട വായിച്ചതിൽ പ്രത്യേകം ശ്രദ്ധിച്ചാണ് റിപ്പോർട്ടിലുള്ള ചർച്ച
കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവം എല്ലാവരും ശ്രമിക്കുക. ചർച്ചകൾ, നല്ല രീതിയിലുള്ള ചർച്ചകൾ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ശ്രദ്ധിക്കുക. സഹകള കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖല സ്ഥാപനമായ KSRTCയിലെ ഏറ്റവും വലിയ സംഘടനയും എന്നും സ്ഥാപനത്തിന്റെയും തൊഴിലാളികളുടെയും സംരക്ഷണപരമായ KSRTC തൃശ്ശൂർ യൂണിറ്റ് സമ്മേളനമാണ് ഇവിടെ ചേരുന്നത്. അദൃശ്യമായ വിലക്കുകൾ കൊണ്ട് നമ്മെ തടസ്സിടാൻ ശ്രമിക്കുന്ന ഭീതിതമായ വർഗീയ അജണ്ട നമ്മെ കുറിച്ച് നോക്കുന്ന വർത്തമാന കാലത്താണ് നാം ജീവിക്കുന്നത്. എല്ലാ നിയന്ത്രണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ച നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാർവദേശീയ 1.5 വർഷത്തിലേറെയായി ലോകജനത കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുകയാണ്. ലോകജനതയെ ഒന്നാകെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുതലാളിത്ത രാജ്യങ്ങൾ തയ്യാറായില്ല. താഴ്ന്ന വരുമാനമുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടിയ വാക്സിൻ ഉയർന്ന വരുമാനമുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടിയ വാക്സിനേക്കാൾ 70% കുറവാണ്. ഇതിന് കാരണം പാറ്റന്റ് നിയമം അടിച്ചേൽപ്പിച്ച് വാക്സിൻ വില കുത്തനെ ഉയർത്തുന്ന സ്ഥിതി കോർപ്പറേറ്റുകൾ സൃഷ്ടിച്ചു. ഇതുവഴി 9 പുതിയ കോടീശ്വരന്മാർ സൃഷ്ടിക്കപ്പെട്ടു. ലോകത്ത് കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണം 74.5 കോടി. ഓരോ മിനിറ്റിലും കടുത്ത പട്ടിണി മൂലം 11 പേർ മരിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.8 കോടി തൊഴിലാളികൾ ഇപ്പോൾ അതിദരിദ്രരുമായി മാറും. തൊഴിലില്ലാത്ത യുവാക്കളുടെ എണ്ണം കൂടി. തൊഴിലവസരം 8.7% കുറഞ്ഞു. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ നിലവിലെ സാഹചര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ സാധ്യതകൾ ഉപയോഗിച്ച് സോഷ്യലിസം കെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പുറത്തു നിൽക്കുന്ന തൽക്കാലിക ജീവനക്കാരെ ഉൾക്കൊള്ളാൻ കഴിയണം. പെൻഷൻ കൃത്യമായി നൽകാൻ കഴിയുന്ന അവസരം